ചില ആളുകൾ ലോകത്ത് ഒരു തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വളരെ ന്യൂനപക്ഷമായ ആളുകൾ അവർ പറയുന്നു, ജനാധിപത്യം, മതേതരത്വം, അമുസ്ലിമീങ്ങളായ ആളുകൾ ഭരിക്കുന്ന നാട്ടിൽ, അത്തരം നാട്ടുകളിലൊക്കെ വോട്ട് ചെയ്യാൻ പാടില്ല, ജനാധിപത്യ സംവിധാനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, അതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഏതൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വരികയും അതേസമയം മാറി നിൽക്കുന്നത് ചില ന്യായങ്ങൾ കൊണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവരത് ശ്രമിക്കുന്നത്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ വാചകങ്ങളിൽ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് അദ്ദേഹം മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂല് ലോകത്തിന് ദീന് പറഞ്ഞു കൊടുത്ത മദീന പള്ളിയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ ഒരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അദ്ദേഹം പറയാണ്, ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. أحدهما شديد الحقد على المسلمين وشديد المعاداة لهم ويضيق عليهم ويمنعهم من أداء شرائعهم، والثاني مسالم ومتعاطف مع المسلمين وليس عنده الحقد الشديد عليهم، فلا شك أن ترجيح جانب من يكون خفيفا على المسلمين أولى من ترك الأمر بحيث يتغلب ذلك الكافر الشديد الحقد على المسلمين فيجوز الدخول في الانتخابات من أجل تحصيل هذه المصلحة. അദ്ദേഹം പറയാണ്, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമുള്ള ഒരു രാജ്യത്ത് രണ്ട് സ്ഥാനാർത്ഥികളുണ്ട്. ഒരു സ്ഥാനാർത്ഥി മുസ്ലിമീങ്ങളോട് നല്ല ഐക്യത്തിലും സമാധാനത്തിലും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. രണ്ടാമത്തെ ആളാകട്ടെ മുസ്ലിമീങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകാത്ത ആളാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം, ജനാധിപത്യത്തിൽ പങ്കെടുക്കണം, മുസ്ലിമീങ്ങളുടെ ദഅവത്തും അവരുടെ ശരീഅത്തും അനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കുന്ന ഭരണാധികാരികളായ ആളുകളെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. അത് മുസ്ലിം ഉമ്മത്തിന്റെ മസ്ലഹത്തിൽപ്പെട്ടതാണ്. അല്ലാതെ പന്നിമാംസം തിന്നുന്നത് പോലെയോ കള്ളു കുടിക്കുന്നത് പോലെയോ ഒരു തെറ്റായ കാര്യം നിർബന്ധിതാവസ്ഥയിൽ ചെയ്യാമെന്ന് പറഞ്ഞതുപോലെയുള്ള ഹുക്കുമല്ല, മറിച്ച് ഇസ്ലാമിലെ സ്ഥിരപ്പെട്ട ഹുക്കുമാണ്. അത്തരം അവസരങ്ങളിൽ മുസ്ലിമീങ്ങൾ ജനാധിപത്യ സംവിധാനങ്ങളിൽ, മതേതരത്വ സംവിധാനങ്ങളിൽ പങ്കെടുക്കണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണത്. അതുകൊണ്ടാണ് സുഹൈൽ ഇബ്നു അംറിനെ ഹുദൈബിയ സന്ധിക്ക് വേണ്ടി പറഞ്ഞയച്ചപ്പോ സുഹൈലിനെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ഖദ് സഹ്ഹലല്ലാഹു ലക്കും ഉമൂറക്കും, നിങ്ങളുടെ കാര്യം അള്ളാഹു എളുപ്പാക്കിയിരിക്കുന്നു എന്നാണ്. സുഹൈൽ നിഷേധിയായിരുന്നു, ബഹുദൈവാരാധകനായിരുന്നു. എന്നിട്ടും റസൂലുള്ള പറഞ്ഞെന്താണ്? അള്ളാഹു എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമാണ്. എന്നാൽ മുസ്ലിമീങ്ങളോട് കുറച്ചൊക്കെ മയമുള്ള ആളാണെങ്കിൽ അത്തരം ഒരാളെ നൽകുക എന്നത് റബ്ബിന്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. അത് ഇസ്ലാമിക വിരുദ്ധമല്ല, സലഫിയത്തിന് വിരുദ്ധമല്ല, മൻഹജിന് വിരുദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളും അറിയുവാൻ വേണ്ടി പറയുന്നു, ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് മറ്റേതൊരു ന്യൂനപക്ഷത്തെയും പോലെ നമുക്ക് പറയുവാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ച് ജീവിക്കുവാനും ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനും സ്വാതന്ത്ര്യം നൽകുന്നവരാരോ അവരെ തെരഞ്ഞെടുക്കാനാണ് മുസ്ലിമീങ്ങളോട് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, പ്രവാചകന് പറഞ്ഞിട്ടുള്ളത്. അത് പ്രാവർത്തികമാക്കുവാൻ ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾ തീർച്ചയായും സന്നദ്ധരായിരിക്കും എന്ന കാര്യം കൂടി ഉണർത്തിക്കൊണ്ട്